മാങ്ങ പറിക്കുകയും ചെയ്യാം. നമുക്കതിൽ നിന്നൊരു പച്ചമാങ്ങ ജ്യൂസ് അമ്മമാർക്ക് കൊടുക്കാം. നിറം പറിച്ചിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമുക്ക് അമ്മമാർക്ക് കൊടുക്കാൻ പോണം. കന്നഡക്ക് ഓ ചിരിച്ചേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചെറിയൊരു ഫാമിലി വ്ളോഗ്. എന്താ പറയുക, നമ്മൾ വീഡിയോസ് എടുത്തിട്ടും കുറേ നാളായി, അപ്ലോഡ് ചെയ്തിട്ടും കുറേ നാളായി. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഒന്നും എന്താ പറയുക സെറ്റായതില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിലെ ചെറിയ വിശേഷ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ വേറെങ്ങും ഇന്നത്തെ ദിവസം അങ്ങനെ ലോങ് എവിടെയെങ്കിലും അങ്ങനെ ഒന്നും പോകുന്നില്ല. നമ്മൾ കസിൻസിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ മറ്റന്നാൾ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നമ്മളിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല ഉറക്കക്ഷയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്ന് പെരുന്നാളാവുമ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ നാളെയാണ് പെരുന്നാളും കാര്യങ്ങളൊക്കെ നമ്മുടെ കണക്കൂടലിൽ. പക്ഷേ എന്താ പറയുക, ഇന്ന് പെരുന്നാളായി. അതെന്തായാലും അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഗൾഫ് രാജ്യങ്ങളിലും എല്ലായിടത്തും സെയിം ആ ഒരു ഇന്നത്തെ ദിവസം തന്നെയാണ് പെരുന്നാളും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് 29 നോമ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. അവർക്ക് 30 നോമ്പും കംപ്ലീറ്റ് ആയി. എന്നാലും അൽഹംദുലില്ലാ അടിപൊളിയാണ്. അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എന്താ പറയുക, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഈദ് മുബാറക്ക്. അതേപോലെ തന്നെ എന്താ പറയുക, അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണം. ഇത് ഗൈസ് ഓരോരുത്തരും ഇപ്പോഴേ പെരുന്നാ പങ്ക് മേടിക്കാൻ വേണ്ടി വന്നേക്കണേ. കുളിച്ചാണ് 500 രൂപ പെരുന്നാ. ഇങ്ങടെ ക്യാമറക്കാണ് തരേണ്ടത് നിനക്കല്ലേ. ഒരു 500 രൂപ എന്നിട്ട് തിരിച്ചാൽ അവിടെ തന്നെ എനിക്ക് തിരിച്ചു തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ അവൻ പെരുന്നാ പങ്ക് മേടിക്കാൻ വേണ്ടി വന്നേക്കണേണ്. എന്താ പറയുക, അപ്പം ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി പള്ളി പോണതിന് മുന്നേ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ പള്ളിയിലേക്ക് പോണേണ്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ്ടോ. അവിടെ ജസ്റ്റ് കാണിച്ചേ, എൻ്റെ ഡ്രസ്സ് ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ നമുക്ക് ഇനി പള്ളിയിലേക്ക് പോകണം. അപ്പോൾ അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വാ പള്ളിയിൽ പോവാം. കയ്യെടുത്തോ കയ്യ്. ആ ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഹലോ, എന്തെങ്കിലും പറ. ഈദ് മുബാറക്ക്. അടിപൊളി അടിപൊളി. പെരുന്നാളെന്ന് തോന്നുന്നു. എല്ലാവരും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിക്കണ. നമ്മളെ പിള്ളേരും കൂടി ഇപ്പം ഉണ്ട്, അവരോട് ഇരിക്കാം. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഫുഡൊക്കെ കഴിച്ചാ? കഴിച്ചിട്ടില്ല. ചായ കുടിച്ചു.
എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. എന്താ പറയുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെയിൻ പരിപാടി നിസ്കാരം കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. പിന്നെന്താ പറയുക, നമ്മളെ ജാങ്കോ അതുകൊണ്ട് പുറത്തോടെ ഒളിച്ചിടി പോകും. പിന്നെ ഫോട്ടോസൊക്കെ കാര്യങ്ങൾ എടുക്കുക, വീട്ടിൽ നിന്ന് ഫുഡ് അടിക്കുക. പിന്നെ നമ്മുടെ കസിൻസിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് പോവുക. ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി. എന്താണ് റിച്ചു ബ്രോ പറയാനുള്ളത്? ഇത് രൂപയെ കൂടെ ഫോട്ടോസ് എടുത്ത് തകർക്കുന്നു. എന്നോടൊന്നും പറഞ്ഞു അതെ സ്ക്രീൻ അടുത്ത ആൾക്കാർ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മളാ ഇത് പള്ളിയിൽ നിന്ന് ഇറങ്ങാനുണ്ടോ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷം കാര്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് 2 സ്ഥലത്ത് പോകാനും ഉണ്ട്, കടയിലും കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അവിടെ പോയിട്ട് വരാം. അപ്പോൾ ബ്രോ ഇത് പാർക്ക് പൊളിക്കാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ പള്ളിയിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കസിൻസിൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനി 1-2 വീടും കൂടി പോകാനുണ്ട്. പിന്നെ ഇതാ എല്ലാവരും പെരുന്നാപ്പങ്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇമാരെല്ലാവരും. ഇത് നമ്മുടെ ബിഗ് ഷാ ബ്രോ, നമ്മളൊരു കസിൻ ബ്രദറാണ്. അതുപോലെ നമ്മുടെ ഇർഫാൻ, അതുപോലെ നമ്മുടെ അൻസിൽ, നമ്മളെ കുറച്ച് ആവണം മക്കളാണ് ഇവരെല്ലാം. ഇവരെല്ലാവരും പെരുന്നാപ്പങ്ക് മേടിക്കാൻ കിട്ടിയില്ലേ? പെരുന്നാപ്പങ്ക് കിട്ടിയില്ലേ? നിനക്ക് കിട്ടിയില്ലേ? അച്ഛമ്മ കിട്ടിയില്ല? കണ്ട നിനക്ക് കിട്ടിയില്ലേ പെരുന്നാപ്പങ്ക്? അയ്യോ ഇത് ബാർക്ക് ചിരിച്ചേ പൊന്നു ചിരിച്ചേ ചിരിക്കൂത്ത് കാനഡ ഇത് ബാർക്ക് പറഞ്ഞ ഇത് ബാർക്ക് പറയൂലേ? നാളോ ഇത് ബാർക്കുന്നതാ അറിയില്ലേ? ഇത് ബാറിയിരിക്കുന്നു അച്ഛമ്മ പാത്തു ഇത് പറഞ്ഞു ബ്രോ ആക്കുന്നതാണോ ഗൈസ്? പത്ത് നോക്കി മാമാ പേര് തന്നില്ലല്ലോ, അവർക്ക് രണ്ടേ കൊടുത്ത് നിനക്കില്ല. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങൾ വെറുതെ എല്ലാവരും വന്നിട്ടുണ്ട്. ജസ്റ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ നടക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ല വെയിലുണ്ട്, രക്ഷയില്ല. ജസ്റ്റ് ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ജസ്റ്റ് അങ്ങനെയില്ല സുണ്ണപ്പൻ്റെ ഫോട്ടോഷൂട്ടാണോ? സുണ്ണു ഫോട്ടോഷൂട്ടാണോ? കന്നഡ വെച്ചേ കന്നഡ വെക്ക്. ഓ ചിരിച്ചേ. എല്ലാരും ഉണ്ട് കേട്ടോ. എനിക്ക് വരുന്ന പങ്ക ഇത് ഒരുമിച്ച് ഒത്തുകൊണ്ട് പറ. ഒന്നുകൂടി ഒരുമിച്ചടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. പെരുന്നാൾ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാണ്, ഫോട്ടോ എടുക്കുക. അപ്പോൾ കഴിച്ചാ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാ കൊല്ലം നമ്മൾ പെരുന്നാളിൽ അമ്മമാരിങ്ങോട്ട് വരാറുള്ളതാണ്. പെരുന്നാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മമാരെല്ലാം ഓരോരുത്തരുടെ വീട്ടിലിങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അമ്മമാരിപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മമാർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ജ്യൂസ് ഒരെണ്ണം റെഡിയാക്കണം. അപ്പോൾ എന്തെങ്കിലും കലക്കി വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചെറിയൊരു ജ്യൂസ് എന്തെങ്കിലും. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാഹിത്യം നമുക്ക് ഇവിടുന്ന് പറിക്കാം. അപ്പോൾ ഇവിടുന്നൊരു
നമ്മൾ ചെറിയൊരു മാവുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ, കുറേ പൂച്ച കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ കുറേ നാളെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു മാങ്ങ പറിക്കാം കേട്ടോ. പ്രസീലുണ്ടാവും. ഇതിൽ നിന്നൊരു മാങ്ങ പറിക്കുകയും ചെയ്യാം. നമുക്ക് അതിൽ നിന്നൊരു പച്ചമാങ്ങ ജ്യൂസ് അമ്മമാർക്ക് കൊടുക്കാം. നിറം പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് അമ്മമാർക്ക് കൊടുക്കാൻ പോകണം. എന്താ പറഞ്ഞ കൂടെ വേണോ? ഓക്കെ. ഇപ്പോൾ 2 എണ്ണം പറിക്കണം. 2 എണ്ണം പറിച്ച് ചെറുതോ അമ്മ ഇതെടുക്കാം. ഇതാണ് നമ്മളൊക്കെ അമ്മമാർക്ക് കൊടുക്കാൻ പോണ പച്ചമാങ്ങ ജ്യൂസ്. പിന്നെ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ചെറിയൊരു എല്ലാവർക്കും അറിയാവുന്നതാണ്, യൂട്യൂബിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം ഉണ്ടാവില്ല അതങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചെറിയൊരു പച്ചമാങ്ങ ജ്യൂസാണ്. അപ്പോൾ അത് കലക്കി കൊടുക്കാമെന്ന് ഓർത്ത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് സംഭവം. അടിയാണ്. ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നോക്കാം. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനുള്ള. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്. പിന്നെന്താ പറയുക, പിന്നെ ഉമ്മച്ചേക്കാണെങ്കിൽ ഇവിടെ കുക്കിങ്ങിലാണ്. ജസ്റ്റ് നോക്കാം എന്തൊക്കെ പരിപാടി നോക്കാം. ഉമ്മച്ചി പെങ്ങളിവിടെ കുക്കിങ്ങിലാണ്. ഉമ്മച്ചി എന്താ ഉണ്ടാക്കണം? ബിരിയാണി സെറ്റായാ? ആയിക്കൊണ്ടിരിക്കണം. അപ്പം അതിനുള്ള പരിപാടിയിലുണ്ടോ ഗൈസ്? പെങ്ങളുണ്ട്. എടി നോക്കിയടി, അവർക്ക് ഫേസ് എനിക്കൊന്നാണ് ഗൈസ്. അതെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ വെച്ച് പറയാനുള്ളത്? എല്ലാവർക്കും ഈദ് മുബാറക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്ക് അല്ലേ ഗൈസാ? ഉമ്മച്ചി നാളെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയെല്ലാം ഫ്രണ്ടിലൊന്നും അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല ഉമ്മച്ചിയൊക്കെ ആയിട്ട്. പിന്നെ ഞാനാണെങ്കിലും അങ്ങനെ ഫാമിലി വ്ളോഗായിട്ട് അങ്ങനെ വീഡിയോസും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ഫാമിലി വ്ളോഗാണ് അല്ലേ സേന? ഉമ്മച്ചി അവന്മാർക്ക് കൊടുക്കാനുള്ള മറ്റേ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടല്ലോ അതുണ്ടാക്കണം കേട്ടോ. ഇത് സംഭവം അടിപൊളിയാണ് അല്ലേ അമ്മ? വേനൽ സമയത്തൊക്കെ കുടിക്കാൻ വേണ്ടി പറ്റിയൊരു ഡ്രിങ്കാണ് ഉണ്ടായത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും. പിന്നെ കുടിക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഇതിൽ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഇതെങ്ങനെ ഉണ്ടാകും ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഉമ്മച്ചി ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കണം? ഇത് സാധാ പച്ചമാങ്ങ എടുക്കണം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക്, എന്നിട്ട് പഞ്ചസാരയും കൂട്ടി അടിക്കണം. അരിച്ചെടുക്കണം. പുതിനയും കൂട്ടുക, നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പുതിന കൂട്ടിയ ഇഞ്ചിയും കൂട്ടി കഴിഞ്ഞാൽ വയറിന് നല്ലതായിരിക്കും. ചെറിയ കഷ്ണം ഒരു ഇഞ്ചി, അപ്പൊ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അതേപോലെ തന്നെ പച്ചമുളക്, പിന്നെ വേറെ എന്താ പുതിന. ഇത്ര സാധനം കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ പിന്നെന്താ പറയാ, പിന്നെ ഇതിലൂടെ ആണെങ്കിൽ കുട്ടികളാണ് കേട്ടോ. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ. അതെ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെന്താ പറയാ, അപ്പോൾ ഇനി ഈ സാധനം നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം. അമ്മ ഇപ്പം തന്നെ എന്തായാലും വരും. അപ്പോൾ അമ്മമാർക്ക് കുടിക്കാനുള്ള സാധനം ഉണ്ട്. അപ്പോൾ അമ്മമാരിങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് കയറിങ്ങനെ തന്നെയാണ് ഓരോങ്ങനെ കറങ്ങി ലാസ്റ്റ് ഞാൻ വരും. മുത്തുമ്മ പോയി എന്തെങ്കിലും പറയണ്ട നമ്മുടെ ചാനൽ ആൾക്കാരോട് എന്തെങ്കിലും? ഈദ് മുബാറക്ക്. ഇവിടെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അലീനെ കൊണ്ടോ. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്ക്. അപ്പോൾ ഇതാ നമ്മളെ അളിയനെ എടുത്തുണ്ടേ ഇക്കാനും ചാനലൊക്കെ ഉണ്ട്, യൂട്യൂബ് ചാനലും കാര്യമൊക്കെ ഉണ്ട്. ഷെമീർ ടിപ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇക്കാൻ്റെ ചാനൽ മെയിനായിട്ട് നമ്മൾ ചെയ്യണതല്ലേ ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം മെയിനായിട്ട്. പിന്നെന്താ പറയുക, പിന്നെ സുഖം. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു പെരുന്നാളായിരുന്നാലും മതി അതുണ്ട് കൂടെ ഒളിച്ചിരിക്കണേ. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. അപ്പോൾ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ സമയം അടുത്തത്തേക്ക് പോവാം. പോട്ടെ, പോയിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ? കഴിച്ചാ? അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വരാം. ഓക്കെ പറയാം. അപ്പോൾ അവരെല്ലാവരും ഇന്നിപ്പോൾ പെരുന്നാളായിരം വന്നതുണ്ടല്ലോ. എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ വടുതലിലാണ്. അപ്പോൾ ഒരു പെരുന്നാൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. മൂത്താപ്പാട മോളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്ക് അമ്മായിയുടെ വീട്ടിൽ പോകാം. അമ്മായിയുടെ വീട്ടിൽ പോകാം. നമ്മളെല്ലാവരുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഈ കാണുന്നത് എൻ്റെ വീട്, അതുപോലെ തന്നെ അത് മൂത്താപ്പാട വീട്, വാപ്പച്ചിയുടെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. പിന്നെ തൊട്ട് ബാക്കിൽ വാപ്പച്ചിയുടെ പെങ്ങളുടെ വീടുണ്ട്, അവിടെ പോയിട്ട് വരാം. ഇഞ്ചി പോരാ. വീട് പോണത് ഈ വഴിയാണ്. തീവടി ഇങ്ങനെ പോകണം. ഇത് വീണ്ടും ബാക്ക് സൈഡാണ്. നമ്മുടെ പഴയ തറവാട് ഇവിടെയായിരുന്നു. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ പഴയ തറവാടും കാര്യങ്ങളൊക്കെ. അതൊക്കെ പൊളിച്ച് ഇതാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡ് വീട് വെച്ചത്. വാപ്പച്ചിയുടെ അനിയൻ്റെ സ്ഥലമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അനിയനും ഫാമിലിയൊക്കെ കുമ്പളത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് അമ്മായിൻ്റെ പോകാം. അമ്മായി എവിടെ?
അമ്മ നമ്മുടെ ചാനൽ ആൾക്കാരോട് എന്താ പറയാനുള്ളത് പെരുന്നാളായിട്ട് എല്ലാരോടും ഈദ് മുബാറക്ക് എന്തെങ്കിലും പറഞ്ഞേ എല്ലാവർക്കും അമ്മ ഭയങ്കര ചിരിയാണ് കാരണം അമ്മ പ്രതീക്ഷിച്ചില്ല ക്യാമറ ഇങ്ങോട്ട് വന്നത്. ജാഫർ എന്തേ ഫുഡൊക്കെ എന്ത് റെഡിയാ? ബിരിയാണി അടുപ്പില് ബിരിയാണി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആണോ? അവരൊക്കെ വിളിച്ചാ ജെഫിയൊക്കെ വന്നുണ്ടോ? അവരെല്ലാരും വരും വൈകിട്ട് മാമ വിളിച്ചാ? 5 മണിക്ക് വിളിച്ചല്ലേ? അപ്പൊ ജാഫറിനെ എടുത്തിട്ട് പോരാ. മാമ ഗൾഫിലാണ്ടാ. അപ്പൊ അതാ ഞാൻ ചോദിച്ചു വിളിച്ചാന്ന് ചോദിച്ചു. ജാഫർ ഇവിടെ കിടക്കണാണോ? മോളാണോ അമ്മായി? അപ്പൊ കഴിച്ചാ അവനാണെങ്കിൽ നല്ല ഉറക്കമുണ്ടാ. പള്ളിയിൽ നിന്ന് വന്നിട്ട് നേരെ ഫുഡും കഴിച്ചാന്ന് ഉറങ്ങുകയാണ്. നല്ല ക്ഷീണുണ്ട്. അപ്പൊ അമ്മ പോട്ടെ വരാം. ഓക്കെ. പിന്നെന്താ പറയാ, അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ പെരുന്നാളിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചെല്ലുക. പിന്നെന്താ പറയുക, പെരുന്നാൾ തലേദിവസമൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. കുറച്ച് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല, പ്രതീക്ഷിക്കാത്ത പറഞ്ഞ പെരുന്നാളായതുകൊണ്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് നേരം ഓടിയുന്നില്ല. കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണെങ്കിലും അത് കാരണം രാവിലെ നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഉറക്കം കാര്യങ്ങൾ നല്ലോണം റെഡി ആയിട്ടുണ്ടായില്ല. പിന്നെന്താ പറയുക, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെ പെരുന്നാളിലെ പരിപാടികളെല്ലാം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. പിന്നെ അവർ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ പറയുക, അതൊരു എല്ലാവരും കൂടുമ്പോൾ ഒരു വേറൊരു വൈബാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നീറ്റുള്ള ഉറക്കത്തിൽ നിന്ന് നീറ്റിട്ട് എന്താ പറയുക, എന്തായാലും പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ളൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്നോർത്ത് കുറേ നാളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ വീഡിയോ ശരിക്കും പറയാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ചെറിയൊരു വ്ളോഗ്. പിന്നെ ഉമ്മച്ചാണെങ്കിൽ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മച്ചിയുടെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാണ്, കാണുന്ന ചെടികളെല്ലാം നോക്കലാണ്. ഉമ്മച്ചി പെരുന്നാൾ എങ്ങനെ ഉണ്ടായി? അടിപൊളി, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നല്ലേ, എല്ലാവരും പോവുകയും ചെയ്തപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായി. സാധാരണ നല്ലോണം കിടന്നുറങ്ങി ഫുഡ് കഴിച്ചിട്ട്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് മുമ്പ് എല്ലാവരും പോയുള്ളൂ. പിന്നെന്താ പറയുക, പിന്നെ വേറെ ഒന്നുമില്ല. തീർച്ചയായിട്ടും എന്തായാലും സമയത്ത് ലേറ്റായി, കുറച്ച് വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഓർത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് സാദി വ്ളോഗ്സ്. അതുവരെയ്ക്കും ബൈ.